സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറച്ചിങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. റെഡി? ആ റെഡി. Something is missing. Excuse me. Huh? I'm Karthik. Okay, Karthik. Karthik ഒട്ട് സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നുന്നു. പ്രോബ്ലം എന്താന്ന് പറഞ്ഞാലല്ലേ എനിക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റൂ. റെഡി? What's your problem? Just a minute. Smoking in a public place is an offense. എവിടെയാ തന്റെ സ്ഥലം? പാലക്കാട്. പാലക്കാടെന്ന് പറഞ്ഞാ പോരാ, പ്രോപ്പർ പ്ലേസ്. പാലക്കാട് ഡിസ്ട്രിക്ട് പെരിയകുളം. ആ അതാണ്, ഏതോ ഒരു പട്ടിക്കാട്, കുഗ്രാമം. അപ്പൊ തന്നിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. കൾച്ചർലെസ്. എടോ, ഏയ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. വിനീത്, വിനീത് ഒന്ന് വരോ? എന്തു പറ്റിയ എന്തു പറ്റി ദീപകുമാരി? ഓ, ഒരു ദീപകുമാരി. ആ പേര് കേട്ടപ്പോഴേ ഞാൻ റിജക്ട് ചെയ്യേണ്ടതായിരുന്നു. വേഗം സ്ഥലം കലിയൊക്കെ നോക്ക്. വിനീത്, വാട്ട് ഈസ് ദിസ്? 1 മിനിറ്റ് ദീപ. അളിയ ഒന്നിങ്ങ് വന്നേ. എടാ, ഫോട്ടോയൊക്കെ കാണിച്ചതല്ലേ ഞാൻ, എന്നിട്ടല്ലേ നീ സെലക്ട് ചെയ്തത്? എന്നിട്ടിപ്പോ എന്താ? എടാ, എനിക്ക് രൂപം മാത്രം പോരാ, മൂവ്മെന്റ്സ്, ആറ്റിറ്റ്യൂഡ്, എക്സ്പ്രഷൻ എല്ലാം വേണം. നീ പറഞ്ഞു വിടാൻ നോക്ക്. I want to know the reason. I don't want you. This is the reason. എടാ, എന്ത് കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത പെൺകൊച്ചാണെന്നറിയോ? നീ എന്തിനാ പറഞ്ഞു വിട്ടത്? ആ ടെൻഷൻ ആവാതെ മച്ചാ. തിയറി. എല്ലാ പെൺകുട്ടികൾക്കും മോഡൽ ആവാനൊന്നും പറ്റില്ല. ഒരു മോഡൽ എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ഒരു ആഡ് ഹിറ്റാവാൻ മോഡലിന് ലുക്ക് മാത്രം പോരാ. ലുക്ക്, വാക്ക്, ആറ്റിറ്റ്യൂഡ്, ഡിഗ്നിറ്റി, ബിഹേവിയർ, അങ്ങനെ പലതും വേണം. അതുണ്ടാവണമെങ്കിൽ സിറ്റി ലൈഫ് അറിയണം. ഇവളെ പോലെ പട്ടിക്കാട്ടിൽ ജനിച്ചു വളർന്നവർക്കൊന്നും മോഡലാവാൻ യോഗമില്ല മച്ച. ആഡ് ഫിലിം മേക്കർ കാർത്തിക് മാധവന് ഇത്തരം പെൺകുട്ടികളെ ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെടേണ്ടി വരും. ഇങ്ങനെ ഒരുത്തി കെട്ടേണ്ടി വന്നാ. അങ്ങനെ ഒരു ഗതികേട് വന്ന ഒരു സ്ട്രോങ് ഡ്രോപ്പ് എടുത്ത് അതിൽ ഞാൻ എന്റെ ജീവിതം അങ്ങ് തീർക്കും. തണുത്ത വെള്ളമാണ് ഞാൻ ചോദിച്ചത്. അതിന് ചൂടുവെള്ളം അല്ലല്ലോ. ഇവിടെ ഫ്രിഡ്ജൊന്നും ഇല്ല അല്ലേ? ഫ്രിഡ്ജില്ലാത്ത വീട് ഞാൻ ആദ്യമായിട്ട് കാണാൻ. വരുന്നവരും നേരത്തെ ഒന്ന് അറിയിക്കാൻ ഞാൻ എന്താ ഇവിടെ നിന്ന് മേടിച്ചു വെക്കായിരുന്നല്ലോ. ഒന്ന് വേഗം. ഒരുപാട് ലേറ്റ് അയച്ചമ്മേ, അമ്മേനി വഴക്കുണ്ടാക്കും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. നീ നടക്ക. എന്താടി അച്ഛമ്മേ, കുമാരൻ. അച്ഛമ്മയും കൊച്ചുമോളും എവിടെ പോയിട്ട് വരണമെന്ന് അറിയാമോ ചേച്ചിക്ക്? പെരുന്നാട് കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോയത് പെരിയനാട് തന്നെ. ഞാനും പോയിരുന്നു ലോട്ടറി എടുക്കാൻ.
തൊരപ്പൻകുമാരൻ പണി തന്നൂന്നാ തോന്നുന്നു. രണ്ടുപേരെ ഞാൻ കണ്ടിരുന്നു അവിടെ വെച്ച്. അവര് കോളേജിലോട്ട് കേറി പോണത്. എങ്കി പിന്നെ ഞാൻ പോട്ടെ. പോകാൻ നേരം എനിക്കൊന്ന് വെച്ച് പകരം ഞാൻ തിരിച്ചു വച്ചിട്ടുണ്ട്. ഇപ്പം തുല്യം തുല്യം, സമാസമം. പോടാ തൊരപ്പ. ചെല്ല് ചെല്ല് കിട്ടും. പോയ കാര്യങ്ങളെല്ലാം സാധിച്ചോ? ചോദിച്ചത് കേട്ടില്ലേ രണ്ടാളും? ആ, ആ, പിന്നെ നീ പറഞ്ഞേൽപ്പിച്ച എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഓടി നടന്ന് കാര്യങ്ങൾ നേടിയെടുത്ത് ക്ഷീണിച്ചു വന്നതല്ലേ? ചെല്ല്, ചെന്ന് വല്ലതും കഴിക്ക്. എന്താ രണ്ടാൾക്കും വിശപ്പും ദാഹമൊന്നും ഇല്ലേ? അയ്യോ, വിശന്ന് വയറ് കത്തുന്നു. എടി നീ അല്ലടി പറഞ്ഞു വെള്ളം കുടിക്കാതെ വയ്യെന്ന. വാ വാ വാ. രണ്ടുപേരെ ഞാൻ കണ്ടിരുന്നു അവിടെ വെച്ച്. അവര് കോളേജിലോട്ട് കേറി പോണത്. നിന്റെ ഒരു പഠിപ്പ് കാണിച്ചു തരാടി ഞാൻ.
എടേ സുന്ദരി നീയൊന്ന് ഇങ്ങോട്ട് വന്നേ. എത്ര നാള് ഞാൻ ആ സരസ്വതി മെമ്പറുടെ പുറകെ നടന്നിട്ടാ ഇത് ഒപ്പിച്ചെടുത്തെന്നറിയുവോ? എന്തു പറ്റി അച്ഛമ്മേ? ആ സരസ്വതി മെമ്പറുടെ പുറകെ ഞാൻ എത്ര തവണ പോയെന്നറിയുവോ? എന്തിന്? വില്ലേജ് ഓഫീസിൽ പോയി, താലൂക്ക് ഓഫീസിൽ പോയി, എല്ലാം ഒപ്പിടിച്ചു കൊണ്ടുവന്നല്ലേ മോളെ. അച്ഛമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? നീ ഇതൊന്ന് നോക്കടി മോളെ, ആരോ ചെയ്തു വച്ചിരിക്കുന്ന കണ്ടോ?